റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. കെ സുധാകരന്റെ പരസ്യ പ്രതികരണത്തിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തി. പുതിയ നേതൃത്വത്തെ കെ സുധാകരൻ പ്രതിസന്ധിയിലാക്കിയെന്നാണ് വിലയിരുത്തൽ. സുധാകരന്റെ പ്രസ്താവന അനവസരത്തിലെന്നും വിമർശനം. പരസ്യ മറുപടി നൽകരുതെന്ന് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയ ഹൈക്കമാൻഡ് കെ സുധാകരന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ്. പരസ്യ വിമർശനം തുടർന്നാൽ ഹൈക്കമാൻഡ് ഇടപെടും. ആർ റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു. വീണ്ടും ആർ റോഷിപാൽ, വെൽക്കം ബാക്ക്. മുതിർന്ന നേതാക്കൾക്ക് അതിർത്തിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ്. കെ മുരളീധരൻ തന്നെ ഇതൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പറയണ്ടേ എന്നുള്ള ഒരു സൂചന കെ സുധാകരനെ പിന്തുണയ്ക്കുന്ന ആൾ തന്നെ നൽകുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഹൈക്കമാൻഡ് കെ സുധാകരന്റെ നീക്കങ്ങളെ ഇപ്പോൾ വിലയിരുത്തുന്നത്? സുജയ പാർവതി, സംസ്ഥാന കോൺഗ്രസിന് പുതിയ നേതൃത്വത്തെ ചുമതലപ്പെടുത്തി ഐക്യത്തിന്റെ കാഹളം മുഴക്കി അവരെ ദില്ലിയിൽ നിന്നും സംസ്ഥാനത്തേക്ക് പറഞ്ഞയച്ചതിന് തൊട്ടു പിന്നാലെയാണ് KPCCയുടെ മുൻ അധ്യക്ഷനായ കെ സുധാകരൻ നേതൃത്വത്തെ വെല്ലുവിളിച്ച് നേതൃമാറ്റത്തെ എതിർത്തുകൊണ്ട് നേതൃമാറ്റം ഹൈക്കമാൻഡിനെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്നടക്കമുള്ള അതിരൂക്ഷ വിമർശനങ്ങൾ പരസ്യമായി നടത്തിയത്. അത് തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിക്കുന്നത്. കാരണം 2 തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് ഹൈക്കമാൻഡ് സംസ്ഥാനത്ത് നേതൃമാറ്റം നടത്തുകയും വലിയ പ്രതീക്ഷയോടെ നേതാക്കൾ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തതിന് പിന്നാലെ ഇത്രയും മുതിർന്ന ഒരു നേതാവ് ഇങ്ങനെ പക്വതയില്ലാതെ പെരുമാറിയതാണ് ഇങ്ങനെയൊരു അസംതൃപ്തിക്കും അമർഷത്തിനും കാരണം. പക്ഷേ നേതാക്കൾ തൽക്കാലത്തേക്കാരും പ്രതികരിക്കില്ല. ഹൈക്കമാൻഡ് നിർദ്ദേശമുണ്ട് കെ സുധാകരന് പരസ്യമായി മറുപടി നൽകരുതെന്ന്. ഇനിയും കെ സുധാകരൻ പരസ്യമായി ഹൈക്കമാൻഡിനെയും KPCC നേതൃത്വത്തെയും വെല്ലുവിളിച്ചാൽ ആ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടും. ഏതായാലും ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഹൈക്കമാൻഡിനോ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കോ താല്പര്യമില്ല. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നേതാക്കൾ തമ്മിൽ വലിയ രീതിയിൽ തർക്കങ്ങളില്ലാതെ ഭിന്നതകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം പാർട്ടിയെ എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരനെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആശയവിനിമയം നടത്തും. ഒരുപക്ഷെ നേരിൽ കണ്ട ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള ശ്രമം നടത്തിയേക്കും. ഏതായാലും ഇനിയും കെ സുധാകരന്റെ ഭാഗത്ത് പ്രകോപനം ഉണ്ടാകുമോ എന്നതാണ് AICC നേതൃത്വം നിരീക്ഷിക്കുന്നത്. കൂടുതൽ പറയുമോ കെ സുധാകരൻ? അതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഹൈക്കമാൻഡ് അനവസരത്തിലെന്ന് വിലയിരുത്തി. അത് സുധാകരന് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. താങ്ക് യു റോഷിപാൽ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം. പാലക്കാട്